ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ എല്ലാവരിലും സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ തൃക്കടാക്ഷം ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ്. അതിനു മുമ്പായി ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. അതിനെ മറക്കാതെ ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസഭാവത്തിൽ ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, ഒട്ടേറെ തവണകളിൽ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയതുമാണ്. എന്താണ് ഭഗവാന്റെ ശിവലിംഗം എന്ന് പറയുന്നത്? അന്നേരം ശിവലിംഗത്തെക്കുറിച്ച് പറയുകയാണ് എന്ന് പറയുമ്പോൾ ഊർജം തങ്ങി നിൽക്കണ രൂപം എന്നുള്ളതാണ്. ഊർജം തങ്ങി നിൽക്കുവാൻ ഋഷി ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തോത് അല്ലെങ്കിൽ ഒരളവ്, അങ്ങനെയുള്ള ഒരു ഘടനയാണ് ശിവലിംഗം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, നമ്മളുടെ ഗ്രഹത്തിലുള്ള ഗ്യാസ് അത് നിലനിൽക്കുന്നത് യു പാറ്റേണിലാണ്. അതുപോലെ ഊർജം സ്ഥിതി ചെയ്യുവാൻ യു പാറ്റേൺ അനിവാര്യമായെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ശാസ്ത്രങ്ങളൊന്നും പുരോഗമനം ഇല്ലാത്ത കാലത്തിൽ തന്നെ വളരെ വ്യക്തമായി അവർ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തെ അടുത്തറിഞ്ഞതിൻ്റെ പേരിൽ ആയത് മുഖാന്തിരം അവർ രൂപപ്പെടുത്തിയ ഒരു അടയാളമാണ് അല്ലെങ്കിൽ ഒരു രൂപമാണ് ശിവലിംഗം എന്നുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ കൂടി അനേക രീതിയിലുള്ള അപഖ്യാതികളാൽ, അതേപോലെ മ്ലേച്ഛമായ മെസ്സേജുകളാൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രതിലിപികളായിരിക്കണ ചൈതന്യ ഭാവത്തിൽ കുടികൊള്ളണ ഊർജസ്വരൂപങ്ങളെക്കുറിച്ച് ഒട്ടേറെ ദൂഷ്യചിന്തനങ്ങൾ വരുന്നുണ്ട്. ഇത് പറയണവർ അല്ലെങ്കിൽ അത് എഴുതി വിടുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നാണമില്ലേ? ലജ്ജയില്ലേ? വന്ദിച്ചില്ലേലും നിന്ദിക്കരുത്. ഇതൊരു സംസ്കാരമാണ്. അത് തന്നെയുമല്ല, അച്ഛൻ്റെ പ്രതിസ്വരൂപമാണ് മക്കൾ എന്നുള്ളത്. അന്നേരം അച്ഛൻ്റെ അളവ് അല്ലെങ്കിൽ അച്ഛൻ്റെ തോത് അല്ലെങ്കിൽ അച്ഛൻ്റെ ഊർജം, അതായത് എന്ന് പറയുമ്പോൾ അച്ഛനിൽ നിന്നും ഉളവായ ഊർജമാണ് ഓരോ പുത്രപുത്രി ഭാവത്തിൽ വാണ് മുന്നോട്ട് പ്രയാണം ചെയ്യണത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭഗവാനെ അധിക്ഷേപിക്കുന്നതിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ചൈതന്യത്തെ അധിക്ഷേപിക്കുന്നതിൽ ലജ്ജയില്ലേ? ഇത് ചെയ്യുന്ന വ്യക്തിയുടെ അച്ഛൻ്റെ ഊർജമാണ് നീ ജീവനായി വർത്തിക്കണത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഇല്ലാത്ത വെറും കൂപമണ്ഡൂകമായി അധപ്പതിക്കരുത് എന്നുള്ളതാണ്. ഇതിനൊക്കെ ആയിട്ട് ശാസ്ത്രത്തെ മനസ്സിലാക്കുവാനുള്ള സാമാന്യബോധം ഉളവാകണം. ഇതില്ലാത്ത സജ്ജനങ്ങളാണ്
സജ്ജനങ്ങൾ എന്ന് പറയാൻ സാധിക്കുകയില്ല. ബോധമില്ലാതായാൽ ദുർജന എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ദുർജനഭാവത്തെ ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള സോഷ്യൽ മീഡിയകളിൽ കൂടി അല്ലെങ്കിൽ അതേപോലെയുള്ള മാധ്യമവർത്തികളായി അധിക്ഷേപിക്കുന്നവർക്ക് ഇതൊരു മറുപടിയായിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഏവരിലേക്കും എത്തിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതെയാക്കുവാൻ ഒട്ടേറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. എല്ലാത്തിനെയും ഉൾക്കൊള്ളണ, എല്ലാത്തിലും ചൈതന്യം പൂണ്ടു നിൽക്കണ ഒരു ശ്രേഷ്ഠ സംസ്കാരമാണ്, ഒരു പൈതൃകമാണ് ആർഷഭാരത പൈതൃകം എന്ന് പറയുന്നത്. അതിൻ്റെ ബോധാവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, അല്ലെങ്കിൽ ആ ആത്മീയതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറഞ്ഞത് പരമമായ ജ്ഞാനസിദ്ധി ഉളവാകണം. ഇതില്ലാത്തവർ കുരയ്ക്കട്ടെ. അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.